ഹായ്, ഞാൻ പ്രിയങ്ക. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. നല്ല ജ്യൂസി ആയിട്ട് ഉള്ളിലും പുറമെ ക്രിസ്പി ആയിട്ട് ഒരു ക്രസ്റ്റായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 2 പൊട്ടാറ്റോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുള വന്നിട്ടുള്ള പൊട്ടാറ്റോസാണ് നല്ലതെന്നാണ് ഞാൻ റിസർച്ചൊക്കെ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത്. എനിവേ നമുക്ക് കയ്യിലുള്ളത് എടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പീൽ ചെയ്ത് നീളത്തിൽ അത് കട്ട് ചെയ്യാം. ജൂലിയനായിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. ഒരുപാട് തീരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. എൻ്റെ ഈ ചെറുവിരലിൻ്റെ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇത്തിരി കട്ടി വേണം. ഒരുപാട് കട്ടി കുറയാനും പാടില്ല, എന്നാൽ ഒരുപാട് കട്ടി കൂടാനും പാടില്ല. ഒരു മീഡിയം സൈസ് വേണം ഇതിന്. ഇനി പരന്ന ഒരു ഫ്രൈയിങ് പാനാണ് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത്. കൂടുതൽ ക്വാണ്ടിറ്റിയും കൊള്ളും, ഒപ്പം ഈവനായിട്ട് കുക്കും ആവും. വെജിറ്റബിൾ ഓയിൽ ആണ് ഇതിന് നല്ലത്. പൊട്ടാറ്റോസ് ഈ ഓയിലിൽ മുങ്ങിക്കിടക്കണം, അല്ലാണ്ട് പകുതിയായിട്ട് മുങ്ങിക്കിടക്കല്ല, ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണം. ഇനി പൊട്ടാറ്റോസ് ഞാനിതിൽ പൊട്ടാറ്റോസ് അരിഞ്ഞിട്ട് അപ്പം തന്നെ അത് ഇതിലോട്ട് ഓയിലിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അല്ലാണ്ട് പൊട്ടാറ്റോസ് അരമണിക്കൂർ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ അതിൻ്റെ കളർ ചേഞ്ചായിട്ട് മാറൊന്നുമില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് 2 എണ്ണമല്ല ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓക്സിഡൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ വേണമെങ്കിൽ വെള്ളത്തിൽ മുക്കി വയ്ക്കാം. എന്നിട്ട് ഈ നമ്മൾ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ നന്നായിട്ട് കോട്ടൺ ടവലിലോ വെള്ളമൊക്കെ നന്നായിട്ട് ഒപ്പിയിട്ട് വേണം ഈ ഓയിലിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ വെള്ളവും ഇതൊക്കെ കൂടി അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഇനി ഈ പൊട്ടാറ്റോസ് അങ്ങനെ ഓരോന്നായിട്ട് ഇടാം. കട്ടക്കൂട്ടി കിടക്കരുത്. കട്ടക്കൂട്ടി കിടക്കാണ്ട് ഇതിൻ്റെ ഉള്ളിൽ മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലും അല്ല, ഒരു മീഡിയം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാം. ഇനി 6 മിനിറ്റ് 6 മിനിറ്റ്സ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കുക്ക് ചെയ്യട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണ ഒന്നും അധികം കുടിക്കില്ല. നമുക്ക് നോക്കാം ഇതിൽ എത്രത്തോളം എണ്ണ ബാക്കിയുണ്ടെന്ന്. അവസാനം ഇങ്ങനെ അത് വേവിക്കണം. ഈ പൊട്ടാറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് നന്നായിട്ട് വേവണം. ഇപ്പം നമ്മൾ ചോറ് തന്നെ നന്നായിട്ട് വെന്തില്ലെങ്കിൽ അത് വയറ്റിൽ നമുക്ക് പിടിക്കില്ല, അത് നല്ലതല്ല. അപ്പോൾ നന്നായിട്ടിത് വേവണം. ഒരു 6 മിനിറ്റ് എന്തായാലും മിനിമം ഇത് വേവാൻ വേണ്ടി എടുക്കും. കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു 8 മിനിറ്റ്സ് വരെ ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത് വേവിച്ചത് കോരിയിട്ട് ഇത് പേപ്പർ ടവലിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ഇട്ടിട്ട്, ഒരു തുണിയിലിട്ടാൽ മതി, കട്ടി കുറഞ്ഞൊരു തുണിയിലിട്ടിട്ട് നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇനി അങ്ങനെ നെക്സ്റ്റ് ബാച്ചും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കുക്കിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രൈ ചെയ്ത ഓയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വേവിച്ച് വെച്ചേക്കണ ആ പൊട്ടാറ്റോ ചിപ്സ് വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ അത് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് മാറ്റാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് പാടില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറ്, അത് ഒന്നും കൂടി വേവണം. സെക്കൻഡ് ട്രിപ്പ് ഓഫ് അത് കുക്കിങ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അത് ചൂടോട് കൂടിയിട്ട് അതുമ്മേ സീസൺ ചെയ്യുക. ഉപ്പ് വെതറി കൊടുക്കുക. ഉപ്പ് വേണ്ടാത്തവർക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ആവശ്യമുള്ളവർക്ക് ആ ഫ്രൈസ് ചൂടോടുള്ള ഫ്രൈസിൻ്റെ മേലെ ഉപ്പ് വിതറി കൊടുക്കുക. എന്നിട്ട് അത് ചൂടോടെ കഴിക്കുക. ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ഒക്കെ ഈ ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഞാൻ ഏറ്റവും ആദ്യം ജസ്റ്റ് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ പഴവും ചക്കയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ പോലെ. ആ വീഡിയോ നമുക്കൊന്ന് കാണാം കേട്ടോ. ഏറ്റവും ഫസ്റ്റത്തെ കണ്ട അവശ്യ നിലയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ പൊട്ടാറ്റോ ഫ്രൈസ് ആവശ്യത. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ നിന്നും വീട്ടിലുണ്ടാക്കുന്നത് നമ്മൾ എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കി. അയ്യോ, എണ്ണയും കുറേ കുടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്.